Hi friends, we will see an interesting video. We will see a level update on our game. Guys, that is Operation Chrono event. We will see our game update a level update. We will see a Lucky Royal. We will see a level bundle. Guys, we will see Lucky Royal. We will see a video updates. Guys, video subscribe support videos. Dipoli leak update ഒക്കെ നമ്മുടെ ചാനൽ സ്പോട്ടിൽ ഇടാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നേരെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ലീക്ക് അപ്ഡേറ്റ്സും കണ്ടന്റ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗയ്സ് ഇനി അധികം പറഞ്ഞ സമയം കളയാനില്ല, ഡയറക്റ്റ് നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇറ്റ്സ് യുവർ വെറൈറ്റി ഗെയിമിംഗ് ചാനൽ Guys, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് നമ്മുടെ ഗെയിമിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഇൻസ്പയർ ആയിട്ട് ക്രോണോ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ വരാതിരിക്കേണ്ടത്. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഫയർ ഒഫീഷ്യൽ ആയിട്ട് ഒരു പോസ്റ്റർ പുറത്തുവിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ക്രോണോ 7 ഡിസംബർ 2020 എന്ന് ഒരു പോസ്റ്റർ. അപ്പോൾ കുറെ മച്ചന്മാർ വിചാരിച്ചിരുന്നത് ക്യാരക്ടറാണ് വരാതിരിക്കുന്നത്, അതായത് നമ്മുടെ റൊണാൾഡോയുടെ ക്യാരക്ടറാണ് വരാതിരിക്കുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഗൈസ് അത് കഴിഞ്ഞപ്പോൾ വേറെ കുറെ ലീക്ക് ബാനേഴ്സ് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം സംഭവം ഓപ്പറേഷൻ ക്രോണോ എന്ന് എഴുതിയിരിക്കുന്ന ഡേറ്റ് വ്യത്യാസം ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഓരോരോ സെർവറിൽ ഓരോരോ ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവന്റ് വ്യത്യാസം ഉണ്ടാവും. അതായത് ഓപ്പറേഷൻ ക്രോണോ തന്നെ കൊടുത്തിട്ട് ഓരോ ഇവന്റ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു സിറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു ബിൽഡിംഗ്, അതുപോലെ തന്നെ ഫുൾ കളർ ലൈറ്റ് ബാനറൊക്കെ ആയിട്ട് ഒരു അടിപൊളി സിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേറെ ഫോട്ടോ ഉണ്ട് ഇതിലും, അതെ ഇവിടെ ഒരു അടിപൊളി കളർഫുൾ ആയിട്ടുള്ള സിറ്റി കൊടുത്തിരിക്കുകയാണ്. എന്തോ ഒരു വലിയ അപ്ഡേറ്റ് ഫ്രീ ഫയർ അങ്ങനെ പോലും കൊണ്ടുവരേണ്ട ഗൈസ്. അപ്പൊ ഇതുവരെ നമുക്ക് ഇത് എന്താണ്, അതുപോലെ തന്നെ എന്താവാൻ ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിൽ കൂടി 2-3 ദിവസം അല്ല, ഒരാഴ്ച മുമ്പ് ഒരു യൂട്യൂബ് ചാനലിൽ, ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ ആള് റിവീൽ ചെയ്ത ഒരു കാര്യമാണ്. ആള് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലേക്ക് ടോക്കിയോ സിറ്റി വരാതിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ലീക്ക് പുറത്തുവിട്ടുണ്ടായിരുന്നു. അത് അത്ര പേർക്ക് കൺഫേം എന്നല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ എനിക്ക് എന്തോ അതും ഇതുമായിട്ട് എന്തോ ഒരു സാമ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ ഗെയിമിലേക്ക് ഒന്നില്ലെങ്കിൽ പുതിയൊരു സ്ഥലം വരാനിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു മൂഡ് വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ എന്തോ നമ്മുടെ ഗെയിമിലേക്ക് വരാനിരിക്കുന്നുണ്ട് ഗൈസ്, അല്ലെങ്കിൽ ലോബി ചേഞ്ച് ആവുന്നുണ്ട്. എങ്ങനെ പോലും ഗൈസ് കുറെ ഫോട്ടോസ് ഇപ്പൊ ലീക്ക് ആയിട്ടുണ്ട് ഓൾറെഡി ഇതിനെ പറ്റി തന്നെ. അല്ലാതെ ഗരേന തന്നെ അവരുടെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നമുക്ക് കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യാം ഒരു അടിപൊളി അപ്ഡേറ്റ്. മണി ഈസ്റ്റ് ആയിട്ട് കൊളാബ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗെയിമിലേക്ക് ഒരു കിടുക്കാച്ചി അപ്ഡേറ്റ് വരാതിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കുറച്ച് റിവാർഡ്സ്, കുറച്ചല്ല അധികം റിവാർഡ്സും ഇവന്റ്സ് ഒക്കെ വന്ന് വേറെ ലെവലായിരിക്കും നമ്മുടെ ഗെയിം, അതിലൊരു സംശയമില്ല. അപ്പൊ എങ്ങനെ പോലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ് ഈ ഒരു ഡിസംബർ ആവണ വരെ ഈ ഒരു ഇവന്റ് വരാനായിട്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഈ ഓപ്പറേഷൻ ക്രോണോ കൊണ്ട് ഡിസംബറിൽ വരായിരിക്കുന്ന ഇവന്റിനെ പറ്റി വേറെ എന്തെങ്കിലും ലീക്ക് അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ സ്പോട്ടിൽ നമ്മുടെ ചാനൽ ഇടുന്നതായിരിക്കും. അപ്പൊ മച്ചന്മാര് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നേരെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ തോംസൺ ഗണ്ണിന് സ്കിന്ന് വന്നു ഗൈസ്. അതേ ഫ്രണ്ട്സ്, നമ്മുടെ തോംസൺ ഗണ്ണിന് ഒരു അടിപൊളി ഗണ്ണിന്റെ സ്കിന്നാണ് വരായിരിക്കുന്നത്. കൂടെ കാണാം യെല്ലോ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു അടിപൊളി ഗണ്ണിന്റെ സ്കിന്ന്. ഇതിൽ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് ജസ്റ്റ് ഗ്രാഫിക്സ് എഫക്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ജസ്റ്റ് ലീക്കായ ഒരു ഫോട്ടോ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നുണ്ട്. സംഭവം ഇങ്ങനെ ഒരു അടിപൊളി സ്കിൻ ആയിട്ടുണ്ട്. ഇതിന്റെ പവറും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എങ്ങനെ ഒരു അത്യാവശ്യം നല്ല പവർ തന്നെ ആയിരിക്കും തോംസന് നമുക്ക് കൊടുക്കാന്ന് വിചാരിക്കാം ഗൈസ്. അതുപോലെ തന്നെ പുതിയൊരു ഇമോട്ട് വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ കുറച്ച് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തോന്നുന്നു ഹിന്ദി ചാനലിലൊക്കെ ആയിരുന്നു കുറെ പേര് ഇട്ടിരുന്ന പുതിയ ഇമോട്ട് നമുക്ക് വരായിരിക്കുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കും ഒരു ഇമോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് സത്യത്തിൽ ഇമോട്ടാണോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗൈസ്? ഇത് ഇമോട്ടല്ല, മറിച്ച് ഇതൊരു ഇൻക്യുബേറ്റർ ആണ്. നമ്മുടെ ഗെയിമിലേക്ക് വരായിരിക്കുന്ന ടൈം ട്രാവലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻക്യുബേറ്ററിന്റെ ഒരു ഗ്രാഫിക്സ് ആനിമേഷൻ 3D വീഡിയോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് സംഭവം, അല്ലാതെ ഇമോട്ടല്ല. അപ്പൊ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നിട്ടുണ്ടാവും ഇത് ഇമോട്ടാണോ, പുതിയ ഇമോട്ടാണോ. സംഭവം അടിപൊളി ഉണ്ടല്ലോ, ലെജൻഡറി ഇമോട്ടോ ഒരു സെറ്റപ്പ് ഒക്കെ ആണല്ലോ എന്ന് കുറെ പേര് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് ഇമോട്ടല്ല, നമ്മുടെ ഇൻക്യുബേറ്ററിൽ വരായിരിക്കുന്ന ടൈം ട്രാവലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ബണ്ടിലാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, കുറച്ച് നാളായിട്ട് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ ആണ്. അതായത് നമ്മുടെ അടുത്ത ലക്കി റോയിൽ ഇതാണ്, അതായത് ഗോൾഡൻ റോയിൽ ഇതാണ് നമുക്ക് ഗരേന തരാൻ പോകേണ്ട ഈ ഒരു അടിപൊളി ബണ്ടിലാണ്. ഗരേന നമുക്ക് ഫ്രീ ഫയറിലൂടെ ഗോൾഡൻ റോയിൽ വഴി തരാൻ പോണെന്ന് പറഞ്ഞ് കുറെ ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറെ പേര് പറഞ്ഞു ബ്രസീൽ സെർവറിൽ നിന്ന് കിട്ടിയതാണ്, ബ്രസീൽ ലീക്കേഴ്സ് തന്നാണെന്നൊക്കെ പറഞ്ഞിട്ട ഫോട്ടോയാണ് ഇത്. അപ്പൊ ഗൈസ് നമ്മ ഇനി ഇതിന്റെ സത്യാവസ്ഥ നോക്കാൻ വേണ്ടി സത്യത്തിൽ ഈ ഒരു ബണ്ടിൽ നമുക്ക് കിട്ടും. ഇത്ര അടിപൊളിയായിട്ടുള്ള ബണ്ടിൽ നമുക്ക് ഫ്രീ ഫയർ ഗോൾഡൻ റോയിൽ വഴി തരുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഫോട്ടോ ശ്രദ്ധിച്ച് നോക്കിയാൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഗെയിം കുറെ കളിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ പോലും ഒരു ഫോട്ടോ അറിയാൻ പറ്റും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഇത് ഒരിക്കലും ഒറിജിനൽ അല്ല, ഇത് പക്ക ഫോട്ടോഷോപ്പ് ചെയ്ത് വെച്ചേണ്ടാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഫോർട്ട്നൈറ്റ് ഗെയിമിലത്തെ ഒരു ഫോട്ടോയാണ്. പുതിയതായിട്ട് വരായിരിക്കുന്ന ബണ്ടിലിന്റെ ഹാലോവിന്റെ സ്പെഷ്യൽ ആയിട്ട് അവർക്ക് വരായിരിക്കുന്ന ഒരു ബണ്ടിലിന്റെ ഒരു ബാനറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലത്തെ ഈ ബണ്ടിലും നമ്മുടെ ലക്കി റോയിലത്തെ ബണ്ടിലും ഒന്ന് എടുത്തു നോക്ക് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ലക്കി റോയിലത്തെ ബണ്ടിൽ കാണാം, ഇപ്പൊ ഇതിലത്തെ ബണ്ടിലും കാണാം. എന്നിട്ട് നിങ്ങൾ തന്നെ പറയും ഇത് ഒറിജിനലാണോ ഫേക്ക് ആണെന്ന്. പക്കയായിട്ട് വെട്ടിയെടുത്ത് നമ്മുടെ ലക്കി റോയിലേക്ക് വെച്ചേണ്ടാണ്. എന്നിട്ട് ലീക്കാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ആൾക്കാരിലേക്ക് കൊടുത്തു വിട്ടു. അപ്പൊ യൂട്യൂബേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇത് കാണുമ്പോൾ അത്ര പെർഫെക്റ്റ് ആണ്. ഏകദേശം ബ്രസീൽ സെർവറിൽ നിന്നൊക്കെ വിട്ടു എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒറിജിനലാണെന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പൊ എല്ലാ മച്ചന്മാർക്കും മനസ്സിലായിട്ടോ ഇത് വെറും ഫോട്ടോഷോപ്പാണ്. അതായത് ആ
ബാനറിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ലക്കി റോയിൽ വെച്ചിരിക്കേണ്ടതാണെന്ന്. ഇനി നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് ബ്രോ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഗോൾഡൻ റോയിൽ ഏതാണെന്ന് പറയാമെന്ന്, അടുത്ത ബണ്ടിൽ ഏതാണെന്ന് കാണിച്ചു തരാമെന്നും. ഗൈസ് ഇപ്പോൾ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇത് 100% കൺഫേം അല്ല, നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ ഇതിലത്തെ ആ ഒരു ബണ്ടിലും ലുക്കൊക്കെ കണ്ടിട്ട് ഏകദേശം ഒറിജിനൽ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഇതായിരിക്കും നമുക്ക് അടുത്ത ഗോൾഡൻ റോയിൽ വഴി വരായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ബണ്ടിൽ എനിക്ക് ഇഷ്ടമായി. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ ഇഷ്ടമായിരുന്നെങ്കിൽ അടിയിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, കുറച്ച് ലീക്കോ അപ്ഡേറ്റ് ഒക്കെ കിട്ടിയപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മച്ചമാർ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്ന ഇറ്റ്സ് യുവർ വെറൈറ്റി ഗെയിമിംഗ് ചാനൽ ടെക്നോഫ്ലിപ്പ്. പീസ് ഔട്ട്, ബൈ.